നമുക്കൊന്ന് കോഴിക്കോട് പോകാം. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റിജാസ് ആണ് മരിച്ചത്. മഴയത്ത് റോഡരികിലെ കടവരാന്തയിൽ കയറി നിന്നപ്പോഴാണ് അപകടം. സർവീസ് വയറിൽ ഷോക്കേറ്റാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. KSEBയുടെ അനാസ്ഥയാണെന്നാണ് ആരോപണം. സർവീസ് വയറിൽ ഷോക്കുണ്ടെന്ന പരാതി KSEB അവഗണിച്ചതാണ് കാരണമെന്നും ആരോപണം. AK അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ, എന്താണ് ബന്ധുക്കളുടെ പരാതി? എന്താണ് KSEBയുടെ നിലപാട്? നാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണം എന്താണ്? ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ രാത്രി ഏതാണ്ട് 1:30 കൂടിയാണ് ഇത്തരം സംഭവം നടന്നിരിക്കുന്നത്. ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നതിനിടെ മുഹമ്മദ് റിയാസ് ഈ ബൈക്കിൽ വരുന്നൊരു സാഹചര്യത്തിൽ ആ ബൈക്ക് കേടാകുകയും സഹോദരനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഇതിനിടയിൽ അദ്ദേഹം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ കടയിലേക്ക് ഇദ്ദേഹം കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്ലിപ്പാവുകയും ഈ കാണുന്ന ഇരുമ്പ് തൂണിൽ പിടിച്ചു പോവുകയും ചെയ്തു. ഈ ഇരുമ്പ് തൂണിൽ അന്നേരം ഷോക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ നിലത്ത് വീണ സഹോദരന് CPR അടക്കം നൽകിയതെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമായി സംബന്ധിച്ച് ഒരു പരാതി KSEBക്ക് നൽകിയിരുന്നു എന്ന് ബിൽഡിംഗ് ഉടമ പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഒരു HT ലൈനാണ് ഇത്, 3 ഫേസ് ലൈനാണ്. ഈ 3 ഫേസ് ലൈനിൽ മാവിൻ്റെ കൊമ്പ് തൊട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ പരാതി നൽകിയിട്ട് പോലും, കഴിഞ്ഞ 17-ാം തീയതി പരാതി നൽകിയിട്ട് പോലും ഈ കൊമ്പ് വെട്ടിമാറ്റാനോ അല്ലെങ്കിൽ ഈ സർവീസ് വയർ മുറിച്ചു മാറ്റാനോ ഇവർ ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ ഈ അപകടം നടക്കുകയും അതോടൊപ്പം തന്നെ ഇയാൾ മരിച്ചതിന് ശേഷം ഇവിടെ KSEB ഉദ്യോഗസ്ഥരെത്തുകയും ഈ സർവീസ് വയർ ഇപ്പോൾ മുറിച്ച് മാറ്റി ഇവിടെ കെട്ടിയിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും KSEBയുടെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അനാസ്ഥയുണ്ടായി എന്ന് തന്നെയാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും അടക്കമുള്ള ആളുകൾ കൃത്യമായി തന്നെ പറയുന്നത്. കാരണം 2 ദിവസം മുമ്പ് നൽകിയ പരാതിയിൽ പോലും ഒരു നടപടിയും എടുക്കാതെ അവർ മുന്നോട്ട് പോയി. ഇന്നലെ ഉച്ചയോടുകൂടി അവർ ഒരാൾ ഇവിടെ വരികയും പരാതിയുടെ നിജസ്ഥിതി പരിശോധിക്കുകയും ചെയ്തു. പിന്നീട് ഈ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറുണ്ട്, അതിനോട് ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? എന്താന്ന് വെച്ചാൽ ഇവിടെ 2 ദിവസമായിട്ട് ചെറിയ എർത്തുണ്ട്. ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇത് ടച്ച് ചെയ്ത സമയത്ത് ചെറിയ തോതിൽ ഷോക്ക് അടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ഓണറോട് പറഞ്ഞപ്പോൾ അദ്ദേഹം KSEBയിലേക്ക് പരാതി വിളിച്ച് നിരന്തരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ KSEBന്ന് 1-2 പേര് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അവര് കാര്യങ്ങളൊക്കെ കണ്ടു. അവര് പ്രതികരണങ്ങളൊക്കെ എടുക്കുക. ഇപ്പോൾ